ദേശീയ ഗ്രാമീണ ഉപജീവന മിഷന്റെ ഭാഗമായി കുടുംബശ്രീ മുഖേന നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് സംഘകൃഷി. വനിതകളുടെ കഴിവും വൈദഗ്ധ്യവും മികച്ച പരിശീലനത്തിലൂടെ വികസിപ്പിച്ചെടുത്ത് നല്ല കർഷകരാക്കി അവരുടെ സേവനം പഞ്ചായത്തുകളിൽ പ്രയോജനപ്പെടുത്തുകയാണ് ഇതിന്റെ ഉദ്ദേശം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി കുടുംബശ്രീ വനിതകൾ ചെയ്തു വരുന്ന ഈ പ്രവർത്തനം തരിശു ഭൂമി പ്രയോജനപ്പെടുത്തി അതിൽ കൃഷി ചെയ്ത് സ്വയം വരുമാനവും ഭക്ഷ്യോൽപാദനവും വർദ്ധിപ്പിക്കുന്നു. അതിലൂടെ ഉയർന്നുവരുന്ന ഉൽപാദനക്ഷമത, അംഗങ്ങളുടെ ജീവിത നിലവാരത്തിലുള്ള ഉയർച്ച, അതിലുപരി രാഷ്ട്രത്തിന്റെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ പങ്കാളികളാക്കുക എന്നിവയാണ് ഈ സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇടവെട്ടി പഞ്ചായത്തിലെ ഒരു ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പാണ് മയൂരി. 4 വനിതകൾ ചേർന്ന് രൂപീകരിച്ച് 2.5 ഏക്കർ തരിശുഭൂമി പാട്ടത്തിനെടുത്ത് നെൽകൃഷി ചെയ്തിരിക്കുന്നു. H4 ഇനം നെല്ലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. നവംബർ ആദ്യം വിതച്ചതാണ്. പറിച്ചുനടിയിൽ ഇവിടെയില്ല. വരമ്പ് പണി ഉൾപ്പെടെ ഇവിടുത്തെ എല്ലാ പണിയും ഈ 4 വനിതകൾ തന്നെ ചെയ്യുന്നു. നെൽകൃഷി ചെയ്യാനുള്ള കാരണം ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് നെൽകൃഷി ചെയ്യുന്നത്. ഇഷ്ടമായിരുന്നു. എൻ്റെ വീട് തന്നെ പെരുമ്പാവൂരാണ്. നെൽകൃഷിയുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ച് വളർന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം നെൽകൃഷി അങ്ങനെ ഒത്തിരി ഇല്ലാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് എനിക്കിതിനോട് താല്പര്യം ഒത്തിരി ഉണ്ടായിരുന്നു. ഈ സമയത്താണ് ഞാൻ അയൽക്കൂട്ടത്തിൽ കുടുംബശ്രീ അംഗമായത്. കുടുംബശ്രീയിലെ അംഗമായതിനു ശേഷം കുടുംബശ്രീയിലൊരു മീറ്റിങ്ങിന് ഞാൻ ചെന്ന സമയത്ത് എനിക്ക് ആ ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാണ്, നമുക്ക് സ്ത്രീകൾക്ക് 4 പേരിൽ കുറയാതെ ഉള്ള സ്ത്രീകൾ 4 പേര് തൊട്ട് 10 വരെ സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു JLG ഗ്രൂപ്പായി രൂപീകരിച്ചാൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു കൃഷി ഏത് തിരഞ്ഞെടുത്താലും നമുക്ക് അതിൽ നിന്നും നല്ല വരുമാനം ഉണ്ടാക്കാം എന്നൊരു ക്ലാസ് എനിക്ക് കിട്ടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ സഹപ്രവർത്തകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് 4 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ JLG ഗ്രൂപ്പ് രൂപീകരിച്ച് കൃഷിയിലേക്ക് ഇറങ്ങിയത്. 3 വർഷത്തേക്കാണ് പട്ടത്തിനെടുത്തിരിക്കുന്നത്. ഇത് 2ാമത്തെ കൃഷിയാണ്. വിളവിന്റെ 1/3 ഉടമസ്ഥന് കൊടുക്കും. മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ജൈവവളം അത്യാവശ്യമാണ്. ചാണകം, എല്ലുപൊടി, പച്ചില ഇവയിട്ട് പാടമൊരുക്കി ഒരാഴ്ച വെള്ളം കെട്ടി നിർത്തും. ഈ വെള്ളം വറ്റിച്ചതിന് ശേഷമാണ് മുളപ്പിച്ച നെൽവിത്ത് പാകുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും കണ്ടത്തിലേക്ക് വെള്ളം കയറ്റും. 20 ദിവസം കഴിഞ്ഞ് കള പറിച്ചു കളഞ്ഞ് ആദ്യത്തെ വളപ്രയോഗം നടത്തും. ഇതിൽ കുറച്ച് ഫാക്ടം ഫോസ് കൂടി ഉൾപ്പെടുത്താറുണ്ട്. 46 ദിവസം കഴിഞ്ഞ് NPK വളവും ഇട്ടുകൊടുത്തു. ഇനി വളപ്രയോഗമൊന്നും ആവശ്യമായി വരാറില്ല. ഞങ്ങൾ തന്നെ ഒരു നെൽകൃഷി ചെയ്യേണ്ട പണികൾ, വരമ്പിൻ്റെ പണി, അതുപോലെ തന്നെ വിത്ത് കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് അത് പാകമാക്കി കൃത്യസമയത്ത് അത് വിതയ്ക്കുന്ന കാര്യത്തിലും, അതുപോലെ അതിനെ കള നീക്കം ചെയ്യുന്ന കാര്യത്തിലും, പിന്നെ കൂടാതെ അതിന് വളം ഇടുന്നതും മരുന്നടിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ തണ്ടുതുരപ്പൻ പുഴു, അതുപോലെ ഓലപ്പുഴു എല്ലാം വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലെല്ലാം ഞങ്ങൾ കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ട കൃഷി ഓഫീസറുടെ സഹകരണത്തോടു കൂടി സാറ് പറയുന്ന മരുന്ന് കൃത്യമായി ഞങ്ങൾ തന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നെൽകൃഷി നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഇതിനകത്ത് ലാഭകരമായി ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ ഞങ്ങളുടെ വീട്ടിലെ അരിയുടെ ആവശ്യം അരിയുടെ ഞങ്ങൾ സ്വന്തമായി ഈ നെല്ലിൽ നിന്ന് കിട്ടുന്ന അരി ഉപയോഗിച്ചാണ് ഞങ്ങൾ ആഹാരം ഉണ്ടാക്കുന്നത്. കൂടാതെ പച്ചരിക്ക് വേണ്ടി ഞങ്ങൾ ഈ നെല്ലുപയോഗിക്കുന്നു. അപ്പോൾ നല്ല രീതിയിലേക്ക് ഞങ്ങൾക്ക് ഈ നെൽകൃഷിയിലൂടെ നല്ല വരുമാനം ഉണ്ടാക്കാൻ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇവിടെ നിന്ന് 350 പറ നെല്ല് കിട്ടി. ഓണച്ചന്തയ്ക്ക് ഉണക്കലരിയായി വിൽക്കും. ബാക്കി സ്വന്തം ആവശ്യത്തിനും ഉപയോഗിക്കും. നിലമുഴുന്നതിനും വളത്തിനും കൂടി 9,000 രൂപയുടെ ചിലവേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ നെൽകൃഷി വൻ ലാഭമാണ്. അടിക്കണയാവുന്ന സമയത്ത് സാധാരണയായി എലിശല്യം ഉണ്ടാകാറുണ്ട്.
ഈ എലിയെ പിടിക്കാനായി രാത്രിയിൽ മൂങ്ങ വരും. അങ്ങനെ വരുന്ന മൂങ്ങയ്ക്ക് ഇരിക്കാനായിട്ടാണ് മടൽ കുത്തിയിരിക്കുന്നത്. അനുവദനീയമായ ജൈവ കീടനാശിനിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഫെയിം വെള്ളത്തിൽ കലക്കി അടിക്കുകയാണ് സാധാരണയായി ചെയ്യുന്നത്. അശാസ്ത്രീയമായ കീടനാശിനി പ്രയോഗം ഗുണത്തെക്കാളേറെ ദൂഷ്യഫലങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് ഇവർക്കറിയാം. 120 ദിവസം കൊണ്ട് നെല്ല് വിളഞ്ഞിരും. പൊക്കമുള്ള ഇനം ആയതുകൊണ്ട് വൈക്കോലും ധാരാളം ലഭിക്കും. ഒരു തടയ്ക്ക് 8 രൂപ വിലയ്ക്ക് വിൽക്കും. വൈക്കോൽ മാത്രം 12,000 രൂപ മുതൽ 14,000 രൂപ വരെ വിലയ്ക്ക് വിൽക്കാൻ സാധിക്കും. മൂന്ന് ഗ്രൂപ്പുകളാണ് ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത്. ഒന്ന് ശ്രീ കുടുംബശ്രീ ചെയർപേഴ്സൺ ശ്രീമതി രാജമ്മ ബാബുവിൻ്റെ നേതൃത്വത്തിലും കാപ്പിത്തോട്ടത്തിൽ ഒരു കൃഷിയിടവും, അതുപോലെ പ്രിയ മനോജിൻ്റെ നേതൃത്വത്തിൽ മീമൂട്ടിയിലുള്ള കൃഷി സ്ഥലവും, അതുപോലെ ശ്രീ പത്മാവതി രഘുനാഥിൻ്റെ നേതൃത്വത്തിൽ ശാസ്താംപാറ നടയം പ്രദേശത്ത് തുടങ്ങിയ കൃഷി ചെയ്തിരിക്കുന്ന 3 ഇതാണ് ഉള്ളത്. അത് പഞ്ചായത്തിൻ്റെ പൂർണ്ണമായ സഹായ സഹകരണങ്ങൾ ഇവർക്ക് നൽകി വരുന്നു. കൂടാതെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ JLG ഗ്രൂപ്പുകാരെ ഉൾപ്പെടുത്തി അവർക്ക് തൊഴിൽ സ്ഥലത്ത് പണിയെടുക്കുന്നതിന് വേണ്ട സഹായങ്ങളും തൊഴിലുറപ്പുകാരെ കൊണ്ട് ചെയ്യിച്ചു കൊടുക്കുവാനുള്ള തീരുമാനമുണ്ട്. അതും ഇതെല്ലാം പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് കുടുംബശ്രീ പ്രവർത്തകരുടെ JLG ഗ്രൂപ്പുകാരുടെ വരുമാനം വർദ്ധിപ്പിക്കുക, അവരുടെ കുടുംബത്തിലെ സാമ്പത്തിക നിലവാരം ഉയർത്തുക എന്ന ഒരു ലക്ഷ്യം കൂടിയാണ് ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദർശന JLG ഗ്രൂപ്പും ഇടവെട്ടിയിലെ മറ്റൊരു സ്ത്രീ കൂട്ടായ്മയാണ്. ഇവരും 1.5 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ചെയ്തിരിക്കുന്നു. തവളക്കണ്ണൻ ഇനം നെല്ലാണ് നട്ടിരിക്കുന്നത്. 25 കിലോ വിത്ത് മുളപ്പിച്ച് പാകിയതാണ്. ഒക്ടോബറിൽ പാകുന്നതിന് മുമ്പ് നിലമൊരുക്കി ചാണകം ഇട്ടുകൊടുത്തു. ഇപ്പോൾ 3 മാസം മൂപ്പായി. കതിര് വന്നു തുടങ്ങി. കള പറിച്ചു കളഞ്ഞതല്ലാതെ വേറെ ഒരു വളവും പിന്നീട് ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. ഈ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും സ്വന്തമായി പശു വളർത്തൽ ഉള്ളതുകൊണ്ട് വൈക്കോൽ പുറത്തു കൊടുക്കാറില്ല. കഴിഞ്ഞ വർഷം ഇവിടെ നിന്നും 180 പറ നെല്ല് കിട്ടി. ഇപ്രാവശ്യം അതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. ഫെബ്രുവരിയിൽ കൊയ്യാൻ പാകമാകും. ഇവിടെ രാസവളമോ കീടനാശിനിയോ ഒന്നും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഞങ്ങളിവിടെ 1 ഏക്കർ സ്ഥലമാണ് നെൽകൃഷി ചെയ്യുന്നത്. മറ്റിനം വിളകൾ ഞങ്ങൾക്കുണ്ട്. വാഴ, കപ്പ, പച്ചക്കറി ഇനങ്ങൾ. നെല്ല് ഞങ്ങൾ ജൈവ രീതിയിൽ തന്നെയാണ് കൃഷി ചെയ്ത് മുന്നോട്ട് പോകണേ. ഞങ്ങൾ തന്നെത്താനെ കൃഷി ചെയ്യുന്നത് കൊണ്ട് കൂലിക്കൊന്നും ആരെയും വിളിക്കുന്നില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കിത് നല്ല ലാഭകരമായിട്ടാണ് തോന്നുന്നത്. തുടർന്നുള്ള ഓരോ വർഷങ്ങളും ഞങ്ങൾ ഇതിലും നല്ല രീതിയിലുള്ള നെൽകൃഷി ചെയ്ത് മുന്നോട്ടേക്ക് വരും. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിലാണ് ഈ സ്ഥലം ഞങ്ങൾ എടുത്തേക്കുന്നത്. തരിശു ഭൂമിയാണ് 1.5 ഏക്കർ എടുത്തേക്കുന്നത്. പക്ഷേ ഇവിടെ ഞങ്ങൾ ആദ്യമായി ജൈവ കൃഷി ഉൽപ്പാദിപ്പിക്കാമെന്നുള്ള ഇതിലാണ് മുന്നോട്ടേക്ക് വന്നത്. ആദ്യമായി ഞങ്ങൾ നിലം ഉഴുതുന്നതിന് ചാണകമാണ് ഉപയോഗിച്ചത്. പിന്നെ ഞങ്ങൾ അതിന് ആദ്യ കൃഷിയിൽ തരിശു ഭൂമി ആയതുകൊണ്ട് വേറെ വളങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. രണ്ടാമത്തെ കൃഷി ഞങ്ങൾ വേറൊരു സ്ഥലത്ത് വിത്ത് പാകി ഞാറ് പറിച്ച് ഇവിടെ കൊണ്ടുവന്ന് നട്ട് പിന്നെ കമ്പോസ്റ്റ് വളം മാത്രമാണ് ഇപ്പോഴത്തെ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്ത വർഷം എന്തായാലും ഇവിടെ വേറൊരു JLG കൂടി നല്ല രീതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമം ഞാൻ നടത്തിയിട്ടുണ്ട്. ഇതേ പഞ്ചായത്തിലെ തന്നെ മറ്റൊരു ഗ്രൂപ്പാണ് ഗായത്രി JLG ഗ്രൂപ്പ്. ഇപ്പോൾ ഇവർ 9 പേരാണ് ഈ ഗ്രൂപ്പിന്റെ ഏത്തവാഴ കൃഷി ചെയ്യുന്നത്.
ഗായത്രി ഗ്രൂപ്പിന്റെ ആദ്യ സംരംഭമാണ്. 2 സ്ഥലത്തായി 1500ഓളം ഏത്തവാഴ കൃഷി ചെയ്തിരിക്കുന്നു. ഒരു വാഴ വിത്തിന് 12 രൂപ കൊടുത്ത് തൊടുപുഴയിൽ നിന്ന് വാങ്ങിയതാണ്. ഒരടി താഴ്ചയിൽ കുഴികുത്തി അതിൽ കുമ്മായം, എല്ലുപൊടി ഇവ ഇട്ട് നട്ടതാണ്. ഒരു ചുവട്ടിൽ 2 വാഴ വീതം 8 അടി അകലത്തിൽ നട്ടിരിക്കുന്നു. ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. ഇനി 1 മാസം കൂടി കഴിഞ്ഞ് ആദ്യ വളപ്രയോഗം തുടങ്ങും. ചാണകപ്പൊടി, യൂറിയ, കമ്പോസ്റ്റ് തുടങ്ങിയവ ഇട്ടുകൊടുക്കും. ഇതൊരു കുന്നായിരുന്നു. മണ്ണ് മാറ്റിയ പ്രദേശമായതുകൊണ്ട് ഇപ്പോഴേ നനച്ചു തുടങ്ങി. വളവും തീരെ കുറവാണ്. ഒരു വലിയ തോട് തൊട്ടടുത്ത് കൂടി ഒഴുകുന്നതുകൊണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. തുടർച്ചയായി 6 വളപ്രയോഗം ആവശ്യമായി വരും. 6ാമത്തെ വളപ്രയോഗത്തിൽ കുറച്ച് പൊട്ടാഷ്യം ചേർത്ത് കൊടുക്കും. വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതുകൊണ്ട് ഇത് ആവശ്യമാണെന്ന് ഇവർ പറയുന്നു. കുടുംബശ്രീ സംഘത്തിൽ ഞങ്ങൾ JLG ഗ്രൂപ്പായിട്ട് ഞങ്ങൾ 11 പേര് കൂടി ഇതിലോട്ട് പ്രവർത്തിക്കാനിറങ്ങി. ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഈ കൃഷിയെക്കുറിച്ച് ഒരു ചെറിയ ക്ലാസ് കിട്ടി. അങ്ങനെ ഞങ്ങൾ എടുത്തുചാടിയെന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചടവടയെന്ന് പറഞ്ഞ് ഈ മലയായിട്ട് കിടന്നിരുന്നത് അതിൻ്റെ മണ്ണെടുത്തതിന് ശേഷം ഞങ്ങളത് പാട്ടത്തിനെടുത്തിട്ട് അത് പൂട്ടിച്ചു. അതിൽ വാഴയുടെ കൃഷി ഞങ്ങൾ തുടങ്ങി. ഞങ്ങൾ 11 പേരും കൂടി നന്നായിട്ട് പരിശ്രമിച്ച് അത് ചെയ്യുവാണ്. അതിൻ്റെ ഫലം ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷയോടും ആകാംക്ഷയോടും കൂടിയാണ് ഞങ്ങൾ ഇതിനെല്ലാം ചെയ്യുന്നത്. ഇത് നനയ്ക്കാനുള്ള സൗകര്യവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളിത് ചെയ്ത് ഇതിൽ മുന്നോട്ട് പോകുന്നു. ഇതിന് വേണ്ടിയിട്ട് ഒത്തിരിയേറെ ഞങ്ങൾ പ്രയത്നിക്കുകയാണ്. കാരണം വാഴ വയ്ക്കാൻ സമയത്ത് ഒത്തിരി കാടും പള്ളയൊക്കെ ആയിരുന്നു. അതെല്ലാം ഞങ്ങൾ വെട്ടിപ്പറിച്ചു. ഇതെല്ലാം ക്ലീനാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ വാഴ നട്ട് ഇന്നിപ്പോൾ 1 മാസം പൂർത്തിയായി. അതിൽ ഒരു ട്രിപ്പ് വളം ചെയ്തു. ഇപ്പോൾ ഏകദേശം ഒരു 4 ഇലയായി. ഇനിയും തുടർന്നുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ഇതായി ചെയ്യണമെന്നും ഉള്ള ആഗ്രഹത്തോടെ ഞങ്ങളിതെല്ലാം മുന്നോട്ട് ചെയ്ത് ഞങ്ങൾ 11 പേരും ഇതിന് തന്നെ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 4 മാസം പ്രായമായ ഏത്തവാഴകളാണ്. 1.5 ലക്ഷം രൂപ മൊത്തം ചിലവ് പ്രതീക്ഷിക്കുന്നു. അടുത്ത ഓണത്തിന് കുല വെട്ടാൻ പാകത്തിനാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇടവിളയായി പച്ചക്കറികളും നട്ടിരിക്കുന്നു. തരിച്ചു കിടക്കുന്നതും ലഭ്യമാകുന്നതുമായ സ്ഥലങ്ങൾ പാട്ടത്തെടുത്ത് ഓരോ ഗ്രൂപ്പിന്റെയും താൽപ്പര്യമനുസരിച്ച് കൃഷി ചെയ്തു വരുന്നു. ഇടവെട്ടി 3-ാം വാർഡിലെ സൂര്യ കുടുംബശ്രീയിലെ ഗായത്രി JLG ഗ്രൂപ്പാണിത്. ഇതൊരു ആദ്യത്തെ സംരംഭമാണ്. ഇവർ തരിശായി കിടന്ന ഈ ഭൂമി പാട്ടത്തിനെടുത്ത് 1000ഓളം വാഴകൾ കൃഷി ചെയ്തിട്ടുണ്ട്. ഇവരുടെ ആദ്യത്തെ സംരംഭം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് കുറേ പരിമിതികളുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പഞ്ചായത്തു നിന്നും കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുന്നുണ്ട്. അതുപോലെ ഇനിയുണ്ടെങ്കിലും സബ്സിഡിയിലാണെങ്കിലും ഏത് തരത്തിലുള്ള സഹായം ഇവർക്ക് എപ്പോഴും ഉണ്ടാകും. അതുപോലെ വളരെ അഭിമാനമുണ്ട് മെമ്പർ എന്ന നിലയിൽ. കാരണം ഇത്തരം സ്ത്രീകൾ ഈ കൃഷി രംഗത്തേക്ക് കടന്നു വരുന്നതിൽ ഒത്തിരി അഭിമാനമുണ്ട്. കണത്തിൽ വരമ്പ് പിടിച്ച് 1.5 ഏക്കറിൽ ഇവിടെ കപ്പ കൃഷി ചെയ്തിരിക്കുന്നു. നവംബറിൽ കപ്പ തന്നെ വിളവെടുത്ത സ്ഥലമാണ്. 2000 കിലോ കപ്പ ഇവിടെ നിന്നും ലഭിച്ചുവെന്നാണ് ഇവർ പറയുന്നത്. കപ്പത്തണ്ട് 4 മുട്ട് നീളത്തിൽ മുറിച്ച് 2 അടി അകലത്തിലാണ് നടന്നത്. ഇപ്പോൾ ഇത് 1 മാസം കഴിഞ്ഞു. ചാരവും കുമ്മായവും ഇപ്പോൾ ഇട്ടുകൊടുത്തു.
2 മാസം കഴിഞ്ഞ് കള പറിച്ച് ഒരു വളപ്രയോഗം കൂടി നടത്തും. പിന്നെ കപ്പയ്ക്ക് വേറെ വളമൊന്നും ചെയ്യാറില്ല. നമ്മുടെ ഈ പഞ്ചായത്തിൽ തരിശായി കിടക്കുന്ന ഭൂമികൾ ഏറ്റെടുത്തുകൊണ്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നതിന് കുടുംബശ്രീക്കാരെയും ഈ കുടുംബശ്രീയിലെ കുടുംബശ്രീ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട് കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ട തീരുമാനം കൈക്കൊള്ളുവാൻ വേണ്ടി എടുത്തിട്ടുള്ള കാര്യവും, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിൽ ഇത്രയധികം കാർഷിക മേഖലയ്ക്ക് ഒരു ഉണർവ് ഏകുന്നതിന് പഞ്ചായത്തിന് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്നതും ഞങ്ങളുടെ ബഹുമാനപ്പെട്ട എൻ്റെ കൃഷി ഓഫീസർ സിബി തോമസ് സാറാണ്. അദ്ദേഹം നിരവധി ആയിട്ടുള്ള കാര്യങ്ങളാണ് പഞ്ചായത്തിൽ വന്നതിന് ശേഷം നടന്നിട്ടുള്ളത്. നിരവധിയായ കർഷകരെ കണ്ടെത്തിക്കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ട സർക്കാരിൽ നിന്നുള്ള സബ്സിഡികളെല്ലാം വാങ്ങിക്കൊടുക്കുന്നതിനും അദ്ദേഹം വളരെയധികം താല്പര്യമെടുത്തുകൊണ്ടും അദ്ദേഹം ഈ ജില്ലയിലെ ഏറ്റവും നല്ല മികച്ച കൃഷി ഓഫീസർ എന്നുള്ള അവാർഡും വാങ്ങിയിട്ടുള്ളതാണ്. ഇത് 4 മാസമായ കപ്പയാണ്. ഇവിടെ 2 വളപ്രയോഗം കഴിഞ്ഞു. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നടുമ്പോൾ 2 തവണ വളപ്രയോഗം മതിയാകും. ഫോസ്ഫറസ്, പൊട്ടാഷ് ഇവ കൂടിയ തോതിൽ പ്രയോഗിക്കുന്നത് കിഴങ്ങിലെ ഹൈഡ്രോസൈനിക് ആസിഡിന്റെ അളവ് കൂട്ടുകയും ഇത് ഭക്ഷിക്കുമ്പോൾ ആരോഗ്യ പ്രശ്നമുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ജൈവവളങ്ങളാണ് കിഴങ്ങുവർഗ്ഗങ്ങൾക്ക് നല്ലത്. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ JLG ഗ്രൂപ്പുകൾക്കും ശാസ്ത്രീയമായ കൃഷിരീതിയെക്കുറിച്ചും രോഗകീടനാശിനി പ്രയോഗത്തെക്കുറിച്ചും പരിശീലനം ലഭിച്ചവരാണ്. കൃഷിയോടുള്ള താല്പര്യം പാട്ടത്തിന് സ്ഥലം കിട്ടുന്നയിടത്ത് പോയി കൃഷി ചെയ്യാൻ ഇവരെ പ്രേരിപ്പിക്കുന്നു. സ്ത്രീ കർഷകരുടെ കാർഷിക മേഖലയിലുള്ള അറിവും നൈപുണ്യവും മറ്റു വനിതാ കർഷകരിൽ ചെലുത്തുന്ന പ്രചോദനം വളരെയേറെയാണ്. കാർഷിക രംഗത്ത് ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോടും പ്രവർത്തിക്കുന്നവർക്ക് കൃഷി ഉപജീവനം എന്നതിലുപരി അതിജീവനവുമാണെന്നതിന് ഒരു സംശയവുമില്ല. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സൗരോർജ്ജ പമ്പുകൾക്ക് ധനസഹായം. സങ്കര ഇനം പച്ചക്കറി കൃഷിക്ക് സബ്സിഡി. വാർത്തകൾ വിശദമായി. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയവും സംസ്ഥാന സർക്കാരും സംയുക്തമായി കർഷകർക്ക് 3 HP ശേഷിയുള്ള സൗരോർജ്ജ പമ്പ് സെറ്റുകൾ സ്ഥാപിക്കാൻ സഹായം നൽകുന്നു. 1380 കർഷകർക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. കുറഞ്ഞത് 50 സെന്റ് കൃഷിസ്ഥലം സ്വന്തമായുള്ള കർഷകർക്ക് സൗരോർജ്ജ പമ്പിന് അപേക്ഷ സമർപ്പിക്കാം. നിലവിൽ കിണർ, കുളം, തടാകം എന്നിവിടങ്ങളിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യാനുള്ള സൗകര്യം വേണം. പരമാവധി 50 മീറ്റർ താഴ്ചയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യാവുന്ന സ്ഥലങ്ങളിൽ സോളാർ പമ്പുകൾ ഉപയോഗിക്കാം. നിലവിൽ KSEB സപ്ലൈയിൽ നിന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പമ്പുകൾ സോളാറിലേക്ക് മാറ്റുവാൻ സാധിക്കില്ല.
4,50,000 രൂപ വിലമതിക്കുന്ന സൌരോർജ്ജ പമ്പിന് പദ്ധതി പ്രകാരം 1,21,500 രൂപ സബ്സിഡിയായി നൽകും. ഇതേ ശേഷിയുള്ള 4,30,000 രൂപ വില വരുന്ന AC പമ്പിന് 97,200 രൂപ സബ്സിഡിയുണ്ട്. അപേക്ഷ 500 രൂപയുടെ DD സഹിതം അനർട്ടിന്റെ തിരുവനന്തപുരം PMGയിലുള്ള ആസ്ഥാന മന്ദിരത്തിൽ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷാ ഫോറം ഡൌൺലോഡ് ചെയ്യാവുന്ന വെബ്സൈറ്റ് www.anert.gov.in. ഫോൺ നമ്പർ 0471233877. മറ്റൊരു നമ്പർ 047123333124. തിരുവനന്തപുരം മിത്ര നികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ചിപ്പിക്കൂൺ, പാൽക്കൂൺ എന്നിവയുടെ വിത്തുകൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. ഫോൺ നമ്പർ 0472288286. വിവിധയിനം പച്ചക്കറി വിളകളുടെ അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം കൃഷി ചെയ്യുന്നതിന് കൃഷിവകുപ്പ് സമഗ്ര പച്ചക്കറി കൃഷി പദ്ധതി നടപ്പാക്കുന്നു. കേരളത്തിലെ വിവിധ മേഖലകൾക്ക് അനുയോജ്യമായ പ്രാദേശിക ഇനങ്ങൾ കണ്ടെത്തുക, കർഷകർക്കിടയിൽ സങ്കര ഇനങ്ങൾ പ്രചരിപ്പിക്കുക, ശാസ്ത്രീയ കൃഷിരീതികൾ വ്യാപിപ്പിച്ച് ഉൽപാദന വർധനവ് സാധ്യമാക്കുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. 225 യൂണിറ്റുകൾക്കാണ് ധനസഹായം നൽകുക. 25 സെന്റിൽ പച്ചക്കറി കൃഷി ചെയ്യണം. ഒരു യൂണിറ്റ് പന്തൽ വിളകൾക്ക് 12,500 രൂപയും മറ്റുള്ളവയ്ക്ക് 10,000 രൂപയും സഹായമായി നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. കുടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 23-ാം തീയതി കാട വളർത്തലിലും 28-29 തീയതികളിൽ പോത്തുകുട്ടി പരിപാലനത്തിലും സൗജന്യ പരിശീലനം നൽകുന്നു. വിശദവിവരങ്ങൾക്ക് 0471-273-2918. തിരുവനന്തപുരം തിരുമലയിലുള്ള നാഷണൽ സീഡ്സ് കോർപ്പറേഷൻ 12 ഇനം പച്ചക്കറി വിത്തുകൾ തപാലിലൂടെ കർഷകർക്ക് ലഭ്യമാക്കുന്നു. ചീര, വെണ്ട, പയർ, മുളക്, ഉള്ളി, കാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, വഴുതന, തക്കാളി, ചുരക്ക, ഫ്രഞ്ച് ബീൻസ് എന്നിവയുടെ വിത്തുകൾ അടങ്ങിയ കിറ്റ് 50 രൂപ നിരക്കിൽ ലഭ്യമാണ്. വിവരങ്ങൾക്ക് 0471235624 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കുംഭമാസം നടുതലകളുടെ നടിയിൽ കാലമാണ്. തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങ് വർഗ്ഗവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും അത്യുൽപാദന ശേഷിയുള്ള കിഴങ്ങ് വർഗ്ഗ ഇനങ്ങളുടെ നടീൽ വസ്തുക്കൾ ലഭ്യമാണ്. ചേന, കാച്ചിൽ, ചേമ്പ്, മരച്ചീനി, കൂർക്ക, മധുരക്കിഴങ്ങ്, കൂവ എന്നിവയുടെ നടീൽ വസ്തുക്കളാണ് കിഴങ്ങ് വർഗ്ഗവിള ഗവേഷണ കേന്ദ്രത്തിലുള്ളത്. കർഷകർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471-259-8551. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0471-259-8551. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 8,800 രൂപ, കോഴിക്കോട് 9,400 രൂപ, തൃശൂർ 8,700 രൂപ. കൊപ്ര കൊച്ചി 6,010 രൂപ, കോഴിക്കോട് 6,200 രൂപ, തൃശൂർ 6,050 രൂപ. കുരുമുളക് അൺഗാർബിൾ 62,400 രൂപ, കുരുമുളക് ഗാർബിൾ 65,400 രൂപ. ചുക്ക് മീഡിയം 16,750 രൂപ, ചുക്ക് ബെസ്റ്റ് 18,250 രൂപ. മഞ്ഞൾ സേലം 11,100 രൂപ, മഞ്ഞൾ ഈറോഡ് 11,300 രൂപ. അടയ്ക്ക 25,500-നും 26,500-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 9,100 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 9,700 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 9,100 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 9,675 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 8,800 രൂപ, കൊപ്ര 6,010 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,400 രൂപ. കുരുമുളക് അൺഗാർബിൾ 62,400 രൂപ, കുരുമുളക് ഗാർബിൾ 65,400 രൂപ. ചുക്ക് മീഡിയം 16,750 രൂപ, ചുക്ക് ബെസ്റ്റ് 18,250 രൂപ. അടയ്ക്ക പുതിയത് 20,000-നും 22,500-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200-നും 220-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 420-നും 440-നും മധ്യേ. ജാതിപത്രി 650-നും 925-നും മധ്യേ. ഗ്രാമ്പു 760 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 9,100 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 9,700 രൂപ. ഒട്ടുപാൽ 6,100 രൂപ, ലാറ്റക്സ് 7,500 രൂപ. കമ്പോള അവലോകനം. മൂലം സംസ്ഥാനത്തെ ഒട്ടുമിക്ക തോട്ടങ്ങളിൽ നിന്നും കർഷകർ പിന്മാറിയത് ലാറ്റക്സ് ക്ഷാമം രൂക്ഷമാക്കി. അതേസമയം ഷീറ്റ് വിലയിൽ മാറ്റം വരുത്താൻ ടയർ കമ്പനികൾ തയ്യാറായില്ല. പകൽ താപനില ഉയർന്നാൽ റബ്ബർ ടാപ്പിംഗ് സീസൺ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങും. നാളികേര വിളവെടുപ്പ് പുരോഗമിച്ചതോടെ ചെറുകിട വിപണികളിൽ കൂടുതൽ കൊപ്ര വിൽപ്പനയ്ക്കിറങ്ങി. ഓയിൽ മില്ലുകാർ വെളിച്ചെണ്ണ നീക്കം കുറച്ചത് ഇന്ന് വിപണിക്ക് താങ്ങായി.
ആഭ്യന്തര വിദേശ ഓർഡറുകളെ ചുക്ക് ഉറ്റുനോക്കുകയാണെങ്കിലും താഴ്ന്ന വിലക്ക് ചുക്ക് കൈമാറാൻ കാർഷിക മേഖല തയ്യാറായില്ല. ജാതിപത്രികകൾ തുടർച്ചയായ 3ാം വാരത്തിലും സ്റ്റഡി. വ്യവസായികളുടെ വരവ് അടക്ക വിപണിയെ സജീവമാക്കി. പുതിയ മഞ്ഞൾ വരവ് ശക്തം. കുരുമുളക് വിളവെടുപ്പ് ഊർജിതമെങ്കിലും വിൽപ്പന സമ്മർദ്ദമില്ല. വടക്കേ ഇന്ത്യയിൽ നടന്ന ഏലക്ക ലേലത്തിൽ വലിപ്പം കൂടിയ ഇനങ്ങൾക്ക് കിലോ 1450 രൂപ വരെ ഉറപ്പുവരുത്താനായി. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 35.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.3, 24.1. കൊച്ചി 31.6, 23.6. ആലപ്പുഴ 34, 23.9. പുനലൂർ 34.6, 19.4. തിരുവനന്തപുരം 33.6, 22.6 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.